ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സരയു ജയിലിൽ രാഹുലിനെ കാണാൻ എത്തിയിരിക്കുവാണേ. അപ്പോൾ സരയു രാഹുൽ അങ്ങ് വരുമ്പോൾ ചോദിക്കുകയാണ്, അവൻ്റെ അവസ്ഥ എന്തായി? ഗുരുതരമായി പരിക്ക് പറ്റി നട്ടലൊക്കെ തകർന്ന് കിടക്കുകയാണോ? അങ്ങനെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയാം, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് മോളെ, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. സരയു, ഇങ്ങനൊരു മറുപടി മാത്രമേ നിങ്ങളിൽ നിന്ന് പറയാനുണ്ടാവുള്ളൂ. അത് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. രാഹുൽ പറയാ, മോളെ എന്ന് കാണാനിരിക്കുമായിരുന്നു. മോൾ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? സരയു, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? രാഹുൽ, അല്ല, കിരണും കല്യാണിയും കൂടെ ഇവിടെ വന്നിരുന്നു മനോഹറിനെ കാണാൻ. ആ സമയത്ത് അവൻ്റെ അപേക്ഷ മാനിച്ചിട്ട് അവരെ കൺമണിമളെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. സരയു അങ്ങ് ഞെട്ടുവാണ് കേട്ടോ. സത്യമാണോ? രാഹുൽ പറയാ, അല്ലെങ്കിൽ മോൾ പോയി അവരോട് ചോദിക്ക്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു സമയത്ത് 2 വിസിറ്റേഴ്സിന് അനുവദിക്കത്തില്ലല്ലോ. അവൻ കണ്ടതിന് ശേഷം വന്ന് ജയിൽ പുള്ളിയോട് സന്തോഷം പ്രകടമാക്കുന്നത് കണ്ടതാണ്. ഒരു വിജയുടെ മട്ടായിരുന്നു അവന്. എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. മോളിൽ കൂടി ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ സരയു പറയും, ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ അറിയിക്കാതെ ഇങ്ങനൊരു കർമ്മം നടന്നത്. അപ്പോൾ രാഹുൽ പറയാം, അവർ അങ്ങനെ ചെയ്തപ്പോൾ മോളുടെ കണ്ണീരിന് ഒരു വിലയും ഇല്ലാതായി പോയല്ലോ എന്ന് പറയുവാണേ. അപ്പോൾ സരയു പറയാണ്, അവരുടെ കൃപയിലാണ് ഞാനും എൻ്റെ മോളും കഴിയുന്നത് എന്ന് വെച്ച് എൻ്റെ മോളെ കാണിക്കാനായിട്ട് അവർ ഇവിടെ കൊണ്ടുവന്നു എങ്കിൽ അവർ എന്നെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. പിന്നെ കുഞ്ഞെല്ലാ സൗകര്യത്തോടും കൂടി കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് നല്ലൊരു ജോലിയുടെയും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയില്ല. അവൻ്റെ മരണം ആഗ്രഹിച്ച് നടക്കുമ്പോഴും എൻ്റെയും കുഞ്ഞിൻ്റെയും അവനെ കൊണ്ടുവന്ന് കാണിച്ചത് വളരെയധികം തെറ്റാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ജയിലിലേക്ക് വന്നാൽ അവനെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന്. നിങ്ങളെക്കൊണ്ട് അതിന് കഴിയില്ലല്ലോ. അടുത്ത തവണ വരുമ്പോഴെങ്കിലും കാതിന് സുഖമുള്ളൊരു വാർത്ത കേൾപ്പിക്ക്. അങ്ങനെയാണെങ്കിൽ പരോളിന് വരുന്ന സമയത്ത് രഹസ്യമായിട്ടെങ്കിലും 2 ദിവസം അമ്മയുമായിട്ട് നമുക്ക് നിൽക്കാം. അമ്മയെന്ന് പറഞ്ഞത് സ്വന്തം അമ്മയല്ല കേട്ടോ, വളർത്തമ്മയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് സരയു നേരെ പോവുകയാണ്. രാഹുൽ അകത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം അവിടെ ഇരിക്കുക. വിക്രം ചോദിക്കുക, ആരാ വന്നത് അങ്കിളേ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുക, സരയുവാ. വിക്രം, എന്തൊക്കെയുണ്ട് പുറത്ത് വിശേഷങ്ങൾ? ഒന്നും പറയണ്ടടാ വിക്രമേ. ആ കിരണും കല്യാണിയും കൂടി കൺമണി മോളെ ജയിലിൽ കൊണ്ടുവന്ന ആ നിൽക്കുന്ന മനോഹരനെ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ടാണ് പറയണേ. ആ നിൽക്കുന്നവനില്ലേ, അവനെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, അത് മോളുടെ സർവാംഗം തിളയ്ക്കുമായിരുന്നു അതറിഞ്ഞപ്പോൾ. ഈ കാട്ടാളൻ കൺമണി മോളെ കാണരുത് എന്ന ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. എന്നിട്ടാണ് സരയുവിനെ സംരക്ഷിക്കുന്നവർ അവൾക്കെതിരെ നീതികേട് കാണിച്ചിരിക്കുന്നത്. വിക്രം പറയുക, സരവിനെ സംരക്ഷിക്കുന്ന എന്നും അങ്കിളുടെ മോളെ അവർക്ക് വലിയ താല്പര്യം കാണില്ല. അതുകൊണ്ടാണല്ലോ സരയിനും ഇഷ്ടമില്ലാഞ്ഞിട്ടും അവരിതൊക്കെ ചെയ്തത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തല്ലോ. സരവിന് ഒരു ജോലിക്ക് RS കൺസ്ട്രക്ഷൻ കൊടുത്തു എന്നതാണല്ലോ പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് സരയുവിനെ കല്യാണിയെയും കിരണിനെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ സാധിക്കില്ലേ? രാഹുൽ പറയാ, നീ എന്താ ഉദ്ദേശിച്ചത്? വിക്രം പറയാണ്, അങ്കിളിൻ്റെ മോൾക്ക് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കിരണിനെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിലേക്ക് കയറി വന്നതല്ലേ കല്യാണി, അവർക്ക് ഒന്നിക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ടല്ലേ. ഇനിയും അതിന് സാധ്യതയുണ്ടല്ലോ. അപ്പോൾ രാഹുൽ പറയാ, ഞാനത് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് വിക്രം. കല്യാണിയെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് എൻ്റെ മോൾ കിരണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നതും അത് തന്നെ. എൻ്റെ മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവളോട് അക്കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ നിന്നില്ല. മനോഹർ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പഴയതൊക്കെ എൻ്റെ മോൾ ഓർക്കുന്നുണ്ടാവാം, കിരണുമായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം മുളയ്ക്കാതിരിക്കില്ല എന്ന് പറയുവാണേ. അപ്പോൾ വിക്രം പറയും, പക്ഷേ അങ്കിളിൻ്റെ അനന്തരവൻ ആദർശധീരനാണല്ലോ. രാഹുൽ പറയും, അതേടാ, അവൻ സ്നേഹിക്കുന്നവർക്ക് എന്തും കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവനാണ്. നഷ്ടപ്പെടുത്തിയ ഞാനും സരയും അതിൻ്റെ തിരിച്ചടികൾ ഒത്തിരി അനുഭവിച്ചു. അതാണ് ഈ കിട്ടിയ തിരിച്ചടികൾ മൊത്തം. സരയും കിരണും ഒന്നിച്ചിരുന്നുവെങ്കിൽ ചന്ദ്രസേനൻ പോലും രൂപയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. എല്ലാം തുലച്ചത് നിൻ്റെ പെങ്ങളാണ്. വിക്രം പറയണേ, എല്ലാവർക്കും പാരയായത് അവളാണ്, ആ കല്യാണി. അവളുടെ ഒടുക്കത്തെ പ്രാർത്ഥനയും പ്രാക്കും കാരണമാണ് നമ്മുടെ എല്ലാം ഗതി ഇങ്ങനെ ആയത് എന്ന് പറയാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിക്രത്തിന് എങ്ങനെയായാലും കല്യാണിയോടുള്ള ദേഷ്യം മാത്രം ഉള്ളല്ലോ. അപ്പം ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കമ്പനിയിൽ കിരണും കല്യാണിയും കൂടി. കിരൺ അവിടെ ഇരിക്കുന്നു, കല്യാണി അവിടെ അടുത്ത് നിന്നിട്ട് അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ആ സമയത്തേക്ക് നമ്മുടെ സരയു ഇടിച്ചു കയറി ദേഷ്യത്തിൽ ഇങ്ങ് വരുവാണ് കേട്ടോ.
എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ വരെ നോക്കുക. അപ്പോൾ കല്യാണിയും കിരണും ഇവളെ തന്നെ നോക്കിയിട്ട് കിരൺ ചോദിക്കും, നീ എന്താ നോക്കുന്നത്? സരയു പറയാം, ഞാൻ ഇവിടുത്തെ ജോലി മതിയേക്ക് പോകണം, എങ്കിൽ പൊയ്ക്കോളാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ തിരികെ കൊണ്ടുവന്നോളാം. കല്യാണി, അതിനിപ്പോൾ എന്താ സരയു സംഭവിച്ചത്? സരയു സംഭവിച്ചതൊക്കെ നിങ്ങൾക്കും അറിയാം, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി കൺമണിയും കൊണ്ട് ജയിലിലേക്ക് പോയില്ലേ? എന്നിട്ട് ഒരുത്തൻ്റെ മുഖം മറന്നിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ അവനെ കാണിച്ചു കൊടുത്തിരിക്കുന്നില്ലേ? എന്തിനാ അവനെ അങ്ങനെ ഒരു ചതിയനോ എന്നോട് ചെയ്തത്? ഞാൻ ജയിലിലേക്ക് പോകുന്നത് എൻ്റെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ, അച്ഛനെ കൊണ്ട് അവനെ തീർത്ത് കളയാനാണ്. പിന്നെ എനിക്ക് ധൈര്യത്തോടെ പറയാമല്ലോ എൻ്റെ മോളുടെ അച്ഛൻ മരിച്ചുപോയി എന്ന്. ഇപ്പോഴും മോളെ അങ്ങനെ പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്, ഞാനും കുഞ്ഞിൻ്റെ മുത്തശ്ശിയുമൊക്കെ. എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തല്ലോ കിരണേ. അപ്പോൾ കിരൺ പറയാം, സരയോ അത് പിന്നെ ഞങ്ങൾ ജയിലിൽ 2 തവണ അവൻ കത്തയച്ചിരുന്നു, അതാണ്. അപ്പോൾ സരയോ പറയാം, അവനെ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൻ ആരോടും സ്നേഹമില്ല, ഈ ലോകത്തുള്ള ആരോടും. പക്ഷേ സ്നേഹം അഭിനയിക്കാനും പിടിച്ചു വാങ്ങാനും അവൻ മിടുക്കനാണ്. അതിലൂടെയാണ് നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത്. എന്നേക്കാളും മുന്നേ അവനെ അറിഞ്ഞവരല്ലേ നിങ്ങളൊക്കെ, എന്നിട്ടും നിങ്ങൾ അവൻ്റെ ഈ ഇതിൽ വീഴാവൂ എന്നൊക്കെ ചോദിക്കുക കേട്ടോ നമ്മുടെ സരയും. ശരിക്കും പറഞ്ഞാൽ കിരണിനും കല്യാണിക്ക് നല്ല വിഷമാവും കേട്ടോ. അത് എത്ര കാലത്തോളം നിങ്ങൾ എന്നോട് മറച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ എന്ന് പറയാം. അപ്പോൾ കല്യാണി പറയാം, ഒരു തെറ്റ് പറ്റിപ്പോയി, ഇത് ഞങ്ങൾ ആവർത്തിക്കില്ല. അപ്പോൾ സരയു പറയാം, എൻ്റെ കുഞ്ഞിനെയും അവനെയും തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയി നിന്നാൽ 2 വയറിന് കഴിയാനുള്ളത് സമ്പാദിക്കാൻ പറ്റും. കിരൺ പറയാം, ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി സരയു, ഇനി ആവർത്തിക്കില്ല. അപ്പോൾ സരയു പറയും, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നിങ്ങൾ എനിക്ക് ഇവിടെ മാന്യമായ ശമ്പളമൊക്കെ തരുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും എൻ്റെ മോൾക്ക് 2 അമ്മമാർക്കും ജീവിക്കാൻ പറ്റും, അതിനൊക്കെ നിങ്ങളോട് നന്ദിയുണ്ട്. പക്ഷേ വേണ്ടതെല്ലാം ചെയ്തിട്ട് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങൾ ചെയ്താൽ അത് ഞാൻ പൊറുക്കില്ല കിരൺ. ഇപ്പോഴും എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്തെങ്കിലും പുറത്ത് വന്നാൽ അവനെ ഞാൻ തീർക്കും, അവൻ്റെ പിന്നാലെ ഞാൻ കൂടും. അവൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വീഴ്ത്തിയാൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റൂ. അത്രയ്ക്ക് എൻ്റെ ചങ്ക് തുറന്നിട്ടാണ് അവൻ ജയിലിലേക്ക് പോയതെന്ന് സരയു പറയുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സരയു അനുഭവിക്കുന്ന ആ മാനസികാവസ്ഥകളൊക്കെയാണ് സരയു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സരയു അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയാം, അവൾ ജയിലിൽ പോയപ്പോൾ ആ ബഹാസുരം ആയിരിക്കും പറഞ്ഞത്, നമ്മൾ കുഞ്ഞിനെ കാണിച്ചത്. അപ്പോൾ കല്യാണി പറയാം, അയാൾക്ക് അത് പറയാതിരുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ സരയുവിനെ വിഷമിപ്പിച്ചിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട കിരണേട്ടാ എന്ന് പറയുകയാണേ. അപ്പോൾ കിരൺ പറയുക, കൺമണി മോൾ അച്ഛൻ ഇല്ലാതെ വളരട്ടെ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നോളാം. എൻ്റെ അച്ഛനെയും അമ്മയെയും വേർപിരിച്ചു കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നത് ആ ദുഷ്ടനായ അമ്മാവനാണല്ലോ. കല്ലും മോനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തേക്ക് നമുക്ക് കൺമണി മോളെ സ്കൂളിൽ ചേർക്കാം. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചാൽ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ പോരെ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാം, അത് മതി എന്ന് പറയുവാണേ. ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് പാർട്ട് നിർത്തുവാണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കൂടി ഇടാം, കാരണം വീഡിയോക്ക് ഭയങ്കര ലെങ്ത് ആവണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ട് ഇടുകയാണ്, സെക്കൻഡ് എപ്പിസോഡ് ഉടനെ തന്നെ പിന്നാലെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2-നായിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാർട്ട് 2 ഉണ്ടായിരിക്കുമേ.